വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ജനുവരി 2ാം വാരം ആരംഭിക്കും. തുറമുഖത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ജനുവരിയിൽ നടത്താൻ തീരുമാനമായി. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ തുറമുഖ പദ്ധതി വൻ വിജയമെന്നാണ് വിലയിരുത്തൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം നവംബറിൽ തുടങ്ങാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മൂലം ഉദ്ഘാടനം നീട്ടിവെക്കേണ്ടി വന്നു. 4 ഘട്ടമായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി 2028 പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കും. അതിനി വേണ്ടി വരുന്നത് ഇപ്പോൾ 800 മീറ്റർ ബെർത്താണുള്ളത്. ആ 800 മീറ്റർ ബെർത്ത് 1200 മീറ്ററൂടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബെർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിന് വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും. മറ്റൊന്ന്, ഇപ്പം നമുക്കുള്ള 2.96 കിലോമീറ്ററുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ, അത് നമ്മൾ ഏതാണ്ട് 920 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 3900 പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷമായി. 2024 ഡിസംബർ 3-നാണ് വാണിജ്യ പ്രവർത്തനം തുടങ്ങുന്നത്. പ്രവർത്തനം തുടങ്ങി 1 വർഷം പൂർത്തിയായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വളർച്ചയാണ് വിഴിഞ്ഞം കൈവരിച്ചത്. ആദ്യത്തെ വർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, ലക്ഷ്യമിട്ടു. ഇപ്പോൾ അത് 616 ഷിപ്പിലൂടെ 13.4 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു 1 വർഷം പൂർത്തീകരിച്ചപ്പോൾ. ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 636 ഷിപ്പുകൾ വന്നിരിക്കുന്നു. 14 ലക്ഷത്തോളം കണ്ടെയ്നറുകളായി കൈകാര്യം ചെയ്തിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇതുവരെ 97 കോടി രൂപ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.